ഇന്ന് ഏപ്രിൽ 5 അതായത് ഈസ്റ്റർ ദിവസം. അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും എൻ്റെ വകയൊരു ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ മാസം എടുത്തതാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതെല്ലാം ഈ ഈസ്റ്റർ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈസ്റ്റർ ആശംസിക്കുന്നത്. പക്ഷേ ഇനി ഇതെന്നാ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും എല്ലാവർക്കും എൻ്റെ വകയൊരു ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുഞ്ഞ് വരുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി, മാർച്ച് 18, 19, 20, 3 ദിവസത്തെ ഒരു 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടേക്കുന്നതാണ് ഇത്. അപ്പോൾ രാവിലെ ഞാൻ മുറ്റമൊക്കെ തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കുഞ്ഞെത്തി. രാവിലെ 9 മണിക്കാണ് ബസ്. ബാംഗ്ലൂരിൽ നിന്ന് റാന്നിക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. അപ്പം ഞങ്ങൾക്ക് മന്നമരുതിയാണ് അടുത്ത്, ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ രാവിലെ 9 മണിയായപ്പോൾ പപ്പ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നു. വരുന്ന ഉടനെ തന്നെ അവൾ നോക്കുന്ന ചെടിയിലോട്ടാണ്. എനിക്കും അതായിരുന്നു പേടി. ചെടിയല്ല ഏകദേശം ഉണങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നതുകൊണ്ട് ഇതാ. പക്ഷേ കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും ചെടിക്കൊക്കെ ഒരു മാറ്റമുണ്ട് എന്ന് പറയുമായിരുന്നു. ഇത് പിന്നെ കുഞ്ഞ് ബസ് ഇറങ്ങി അവിടെ പപ്പ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഞങ്ങളുടെ കുടുനെ പോലൊരു പട്ടിക്കുട്ടൻ. ഇത് എവിടുന്നോ വേറെ പൊട്ടിച്ച് ചാടിയത്. ആ ഓട്ടം കണ്ടാലറിയാം. അപ്പോൾ ഇത് കുടുവാണെന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞു എന്നെ വിളിച്ചു, ചേച്ചി കുടു മന്നമരുതിയിലോട്ട് വല്ലതും ഇറങ്ങിയോന്ന്. ഞാൻ പിന്നെ കുടു നമ്മുടെ കൂട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ ആണത്. ആണ്ട് ബ്ലഡി ഫുൾ സുന്ദരി കുട്ടനായിട്ട് സുന്ദരി. അവന്റെ കയ്യിനകത്ത് പിടിക്കുന്ന ഇഷ്ടമല്ല, അവൻ നമ്മുടെ കയ്യകത്ത് ചാടി. ഇവന് 14 ദിവസം ഉള്ളപ്പോ 4 ഇവിടെ കൊണ്ടുവന്നെയാ. അപ്പൊ ഇവനെങ്ങനെ എന്നെ മടക്കും? പിന്നെ ഞാൻ ചെന്ന് കൂടുൻ്റെ കൂടൊന്ന് തുറന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ അവൻ്റെ ഒരു സ്നേഹം കാണുമായിരുന്നു. അവൻ എന്തോ ചെയ്യേണ്ടിയെന്ന് അറിയാതെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുടുവിൻ്റെ ആ സ്നേഹപ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അകത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ല, അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ അവളെ അങ്ങ് കടകം അങ്ങ് പിടിച്ചു വെച്ച് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എത്ര നാൾ കൂടി കണ്ട്. ഞങ്ങളെക്കാളും സന്തോഷം ഇവനായിരുന്നു അവളെ കണ്ടപ്പോൾ. അമ്മച്ചി കയറി പോയേച്ചാ മടി ചൂണ്ടരി മണിയും കൂട്ട. അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞകത്ത് കയറി കേട്ടോ. പക്ഷെ കുഞ്ഞ് കയറുന്നതിന് മുന്നേ ആശാനകത്ത് കയറിയായിരുന്നു. എന്നിട്ട് പിന്നെ നേരത്തെ പോലെ തന്നെ അവളെ കാലെ ഇങ്ങനെ പിടിക്കുന്നു, കയ്യെ കയറി പിടിക്കുന്നു. അവിടെ ചുറ്റൊന്നും മാറിയിട്ടേ ഇല്ല ആ ഒരു ദിവസം മുഴുവൻ. അവൻ എന്തൊരു സ്നേഹമല്ലേ മൃഗങ്ങൾക്കൊക്കെ. ഇവനെവിടുന്ന് പോയില്ലേ? അയ്യോ, അവനെന്തേലും ആന്നോർത്ത. എല്ലാം ഇച്ചിരി ചക്ക ഇടണം, ഒരിച്ചിരി മെഴുക്കുവരട്ടി ഇടണം, ഒരിച്ചിരി മീൻകറി ഇടണം, അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു വെളുത്തുള്ളി വെക്കണം. ഓ സ്വർഗമാണോ? ഒന്നും പറയാനില്ല. ചോറിച്ചിരി ഉള്ളു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് പഴങ്കഞ്ഞി. അപ്പോൾ വന്ന് കയറി ഉടനെ തന്നെ അവൾ ഞങ്ങളോട് തലേദിവസമേ പറഞ്ഞായിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിൻ്റെ വീഡിയോ നേരത്തെ കണ്ടേ. ഇത് പിന്നെ ഞാൻ കുഞ്ഞിന് ചിക്കൻ അച്ചാർ ഇടുമായിരുന്നു ആ ദിവസം. അങ്ങനെ ചിക്കൻ അച്ചാറൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത്, കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പപ്പാടെ പുറകെ എപ്പോഴും ഇങ്ങനെ പോകും. പപ്പ എവിടെ പോയാലും പപ്പാടെ കൂടെ പോകും. അങ്ങനെ ആ ദിവസം മൊത്തം ആശാട്ടി ഇങ്ങനെ അവൾക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോയേക്കുമായിരുന്നു. അങ്ങനെ രാത്രി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടുവിൻ്റെ കൂടെ കുറേ നേരം അവൾ പുറത്തുനിന്ന് കളിക്കുമായിരുന്നു. കുടുവിന് ഇവളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഉത്സാഹമാണ്. ഏത് നേരവും കളിയായിരിക്കും അവിടെ. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കുഞ്ഞിൻ്റെ ഓഫീസിൽ കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിനേക്കാളും എനിക്ക് 1-2 മാസം സീനിയറായിട്ട് വന്നതാണ്. അപ്പോൾ അവരും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരും എല്ലാവരും ബാംഗ്ലൂർ. അപ്പോൾ കുഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് ഇവരും ഉണ്ടായിരുന്നുണ്ട്. ഇവരൂടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം അവരൊരു ദിവസം എനിക്കൊന്നൊരു ഉച്ച തൊട്ട് വൈകിട്ട് വരെ വീട്ടിലുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു ദിവസം മൊത്തം. അൻസാന എന്നാണ് പേര്. അങ്ങനെ അൻസാനയുടെ ഹസ്ബൻഡും അൻസാനയുടെ ആങ്ങളെയും കൂടെ പിന്നെ ഒരു 5 മണി 6 മണിയായപ്പോൾ അവർ തിരിച്ചു പോയായിരുന്നു. നല്ല രസമായിരുന്നു അവരെല്ലാം വന്ന ആ ഒരു ദിവസം.
അങ്ങനെ അവർ തിരിച്ചു പോയി. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ദിവസത്തെ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു ഒരു ദിവസം. അങ്ങനെ അവർ പോകാൻ നേരത്ത് അവർ യാത്രയാക്കാൻ ഇറങ്ങി ചെന്നപ്പോഴാണ് ഞങ്ങളെക്കാൾ ഫ്രണ്ടിൽ കുടു ഇറങ്ങിയായിരുന്നു. ഗേറ്റ് തുറന്നിട്ട് പാടെ പുള്ളി പുറത്ത് ചാടിയായിരുന്നു. അതാണ് ഞങ്ങൾ ലാസ്റ്റ് പറയുന്നത്. ഇത് പിന്നെ അത് കഴിഞ്ഞുള്ള 2 ദിവസം കുഞ്ഞൊക്കെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ കലാപരിപാടിയാണ്. അപ്പോൾ 2-3-4 ദിവസത്തെ വീഡിയോ ആണ് ഇതൊന്നിച്ച് വെച്ചേക്കുന്നത്. ഇത് ഈ ബോഗൻവില്ല ഞാൻ താഴെ ഇരുന്നത്, അത് ഞാൻ മേളിൽ കൊണ്ടുവച്ച് ആ ബാൽക്കണിയുടെ അവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ പരിപാടി ഇതായിരുന്നു. താഴെ ഇരുന്ന ബോഗൻവില്ല എല്ലാം മേളിൽ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ പൂവുണ്ടായി ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമല്ലായിരുന്നു. അപ്പം ഈ ബോഗൻവില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെയിലും വേണ്ടിയതാണല്ലോ. അങ്ങനെ പിന്നെ വെള്ളം ഒഴിക്കണമെങ്കിൽ എന്നും മേളിൽ കയറി പോകണം, അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ മേളിലിരിക്കുന്ന കൂടുതൽ ഭംഗി. ഇതെനിക്ക് തോന്നുന്നൊരു 4 എണ്ണം എന്തോ ഞങ്ങൾ വാങ്ങിച്ചതാണ്. 1000 എന്തോ സംതിങ് ആയ ആ ഒരു ബോഗൻവില്ലയ്ക്ക് 4 എണ്ണത്തിന്. അതിൽ ഒരെണ്ണത്തിനകത്ത് എന്താ ഈ ഇരിക്കുന്നതിനകത്ത് പൂവൊന്നും ഉണ്ടായില്ല ഇതുവരെ. പക്ഷെ മറ്റേനകത്തൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ അതെല്ലാം മുറിച്ച് വേറെ ചട്ടിക്കകത്താക്കി വെക്കണം. അതിന് ഒരു ദിവസത്തെ പരിപാടി. ഇത് പിന്നെ അന്ന് വൈകിട്ട് ഞാൻ ആ ചെടിയൊക്കെ ബോഗൻവില്ലയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് ചെറിയ മഴയുടെ കോളൊക്കെ കണ്ട് ചെറുതായിട്ട് ഇടി മുഴങ്ങിയപ്പം ഞങ്ങളുടെ ധൈര്യശാലിയായ കുടു പേടിച്ചകത്ത് കയറുന്നത്. ഇടിയുടെ ഒരു മുഴക്കം കേട്ടാൽ മതി, കുടു വേണമെങ്കിൽ പിന്നെ എൻ്റെ റൂമിൻ്റെ കട്ടിൻ്റെ അടിയിലായിരിക്കും. അത്രയ്ക്കും പേടിയാണ്. ശരി, നല്ലോണം ഒന്ന് കാറ്റടിച്ചാൽ മതി, അപ്പോഴേ പേടിയാണ്. പക്ഷേ ഇവൻ്റെ പോക്കും വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ നാടിനെ വെറുപ്പിക്കുന്ന പോലെ അവൻ്റെ കുരയും ബഹളമൊക്കെ. പക്ഷെ വെറുതെയാണ്, ഇവനെ പോലൊരു പേടിച്ചതുകൊണ്ടേ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഒരു സന്ധ്യ ആയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ ഇടിയൊക്കെയായിരുന്നു. ഈ ഒരു മഴ കാരണം 2 ദിവസം ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു. കാരണം ഇൻവേർട്ടർ വരെ ഓഫായിപ്പോയി. കറണ്ടില്ല, വെള്ളമില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളം അടുപ്പിക്കുമായിരുന്നു. കിണറ്റിൽ നിന്ന് കോരാൻ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ തൊട്ടിയും കയറൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം അടുപ്പിക്കുമായിരുന്നു. അയ്യോ, കറണ്ടില്ലാത്തതിൻ്റെ അവസ്ഥ അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത്രയ്ക്കും വലിയ മഴയായിരുന്നു. നിങ്ങൾ മേളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ അറിയാം. ആ മഴയത്തും ആ കാറ്റത്തും ഞാൻ വെളിയിൽ വീഡിയോ എടുക്കാൻ പോയത് കണ്ട് പപ്പ എന്നെ വന്ന് വഴക്ക് പറഞ്ഞായിരുന്നു. അത്രയ്ക്കും കാറ്റായിരുന്നു. മരമൊക്കെ ഒടിഞ്ഞ് ഫുൾ ഇലക്ട്രിസിറ്റി എല്ലാം പോയി കിടക്കുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു ദിവസം. പിന്നെ ആ ഒരു മഴ കണ്ടപ്പോൾ കുടുവിന് പേടിയായതുകൊണ്ട് ഡെറിയും പൂപ്പി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവന്മാർക്ക് കുടു അകത്ത് കിടന്ന പേടിയാണ്. അപ്പോൾ അവന്മാർക്ക് പേടിയായതുകൊണ്ട് കുടുവിന് ഞങ്ങൾ മേളിൽ ബാൽക്കണിയുടെ അവിടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയായിരുന്നു. ആശാൻ ഇവിടെ കിടക്കാനും പേടിയാണ് കേട്ടോ, ഇടിയും കാറ്റൊക്കെ പുള്ളിക്ക് ഭയങ്കര പേടി. പിന്നെ ഞാൻ ഈ ടെറസിൻ്റെ ഇവിടോട്ട് വന്ന് നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നു. രാവിലെ ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ട് ഒരു ബാൽക്കണിയാണ്, ഒരു കാറ്റടിച്ചപ്പോഴത്തേനും ആ കോലം മാറി ടെറസിൻ്റെയൊക്കെ. പിന്നെ അത് വൃത്തിയാക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചെടിയൊക്കെ നോക്കായിരുന്നു. കാരണം ഈ ബോഗൻവില്ലയ്ക്കകത്ത് വെള്ളം എങ്ങാനും താങ്ങി കിടക്കുന്നുണ്ടോ എന്ന് നോക്കണമായിരുന്നു. അതിനെ ഞാൻ സത്യത്തിൽ വെളിയിൽ കയറി വന്നത്, അല്ലെങ്കിൽ അത് ചെടി അഴുകിപ്പോവുമല്ലോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്ന. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിപ്പോയത്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. സത്യത്തിൽ ഞാനൊരു ലോങ് വീഡിയോ ഇപ്പോൾ എനിക്ക് എടുക്കാൻ മടിയാണ്. ഷോർട്ട് വീഡിയോസ് ഇട്ട് പോകാനാണ് താല്പര്യം. പിന്നെ ഞാനടുത്ത് കുഞ്ഞു വന്ന ദിവസത്തേക്കല്ലേ, അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള ചില മെമ്മറീസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഒരു 2-3 ദിവസത്തെ തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.